ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ലൊക്കേഷൻ മാപ്പിനുള്ള അപേക്ഷ അല്ലെങ്കിൽ റിക്വസ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് അതിന്റെ പേയ്മെന്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ വരേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലേക്കാണ്. ഇവിടെ നമുക്കൊരു ID ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് മുന്നേ ഉള്ള വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചതാണ്. ക്രിയേറ്റ് ചെയ്ത ID ഉപയോഗിച്ചിട്ട് ഇവിടെ സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയുക. ലൊക്കേഷൻ മാപ്പിനുള്ള അപേക്ഷ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, ലൊക്കേഷൻ മാപ്പിനുള്ള അപേക്ഷ കംപ്ലീറ്റ്ലി ഓൺലൈൻ അല്ല. നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ വെച്ചിട്ട് ഒരു അപേക്ഷ കൊടുത്ത് അതിന്റെ പേയ്മെന്റ് അടക്കാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ്. ആയതിനു ശേഷം വില്ലേജ് ഓഫീസിൽ നേരിട്ട് പോയി അവിടെ ഫീൽഡ് അസിസ്റ്റന്റിനെ കൊണ്ട് സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് അവര് തന്നെ കൈകൊണ്ട് വരച്ചു കൊടുക്കുകയാണ് നമ്മുടെ കേരളത്തിലെ 99% വില്ലേജുകളിലും ഇപ്പോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. സോ പേയ്മെന്റ് അടച്ചതിന്റെ സ്ലിപ്പുമായിട്ട് വേണം നമ്മൾ വില്ലേജിലോട്ട് പോകാനായിട്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വില്ലേജിൽ നേരിട്ട് അടക്കാനുള്ള സൗകര്യം അതിനകത്ത് അവൈലബിൾ ആണ്, വില്ലേജിൽ തന്നെ ലഭ്യമാണ്. നമ്മൾ വഴി അടക്കുന്നതിന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് സർവീസസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ലൊക്കേഷൻ മാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ജില്ലാ, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക് ക്രമത്തിൽ കൃത്യമായിട്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സർവേ നമ്പറും അല്ലെങ്കിൽ സർവേ സബ്ഡിവിഷൻ നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവരുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ. അതിനുശേഷം വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ഡീറ്റെയിൽസ്, ഈ സ്ഥലത്തിന്റെ ഉടമയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാകും. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപേക്ഷകന്റെ പേര്, ജെൻഡർ, അതുപോലെ തന്നെ വയസ്സ്, ബന്ധുവിന്റെ പേര് അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര് അല്ലെങ്കിൽ അച്ഛന്റെ പേര്, കാര്യങ്ങള്, റിലേഷൻ, പിതാവ്, മാതാവ്, രക്ഷകർത്താവ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് മുകളിലുള്ള ആളുമായിട്ടുള്ള ബന്ധം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അഡ്രസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. താഴെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, ഇവിടെ എൻ്റർ ഡീറ്റെയിൽസ് ഇൻ മലയാളം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ മലയാളത്തിലായിരിക്കണം ഇവിടെ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് പർപ്പസ് എന്നുള്ളൊരു കോളം ഉണ്ടാവും. അതിനകത്ത് നമുക്ക് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബാങ്കിൽ ലോണിന്റെ ആവശ്യത്തിനേക്കാണെങ്കിൽ ആ ബാങ്ക് ലോണിന്റെ ആവശ്യം എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏത് ബാങ്കാണെന്ന് മെൻഷൻ ചെയ്ത് അവിടെ കൊടുക്കുക. അതിനുശേഷം പ്രൊവൈഡ് ലാൻഡ്മാർക്ക് ആൻഡ് ബൗണ്ടറീസ് ടു ഐഡന്റിഫൈ ദ ലാൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ അപേക്ഷിക്കുന്ന സ്ഥലത്തിന്റെ 4 ഭാഗത്തുമുള്ള ബൗണ്ടറികൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. അത് സൗത്ത്, നോർത്ത് എന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഓൺലൈൻ ലൊക്കേഷൻ മാപ്പ് റിക്വസ്റ്റഡ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. താഴേക്ക് വരിക. ഇവിടെ നമുക്ക് പേ നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അപേക്ഷ വില്ലേജ് ഓഫീസിൽ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ 200 രൂപയാണ് നമുക്ക് ഇതിന് പേയ്മെന്റ് ഫീ വരുന്നത്. ആ പേ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നമുക്ക് കസ്റ്റമർക്ക് പേയ്മെന്റ് കൂടി അടച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നോർമലി ഓൺലൈനിലായിട്ടുള്ള വില്ലേജുകളിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്.